പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു സൈബർ അധിക്ഷേപം നേരിട്ട വനിതകളെ ഉൾപ്പെടുത്തി പറവൂരിൽ സംഘടിപ്പിച്ച പരിപാടി. കോൺഗ്രസ് അണികളിൽ നിന്ന് സൈബർ അധിക്ഷേപം നേരിട്ട CPM നേതാവ് KJ ഷൈനും നടിയും കോൺഗ്രസ് അനുഭാവിയുമായ റിനി ആൻ ജോർജും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ കോൺഗ്രസ് നടത്തിയ അധിക്ഷേപത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. നേരത്തെ കോൺഗ്രസ് അണികളിൽ നിന്ന് ശക്തമായ സൈബർ അധിക്ഷേപം നേരിട്ടതായി CPM നേതാവ് KJ ഷൈൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് പരിപാടിയിൽ KJ ഷൈൻ ഉന്നയിച്ചത്. റിനിയുടെ പേരെടുത്തു പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി റിനിയെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് കുറ്റപ്പെടുത്തി. കോൺഗ്രസിലെ ചിലർ റിനിയെ സ്മാർട്ട് വിചാരം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും KJ ഷൈൻ പരിപാടിയിൽ ഉന്നയിച്ചു. അതുമാത്രമല്ല, CPM എന്ന പ്രസ്ഥാനം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും അതുകൊണ്ട് തന്നെ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്യുന്നതായും KJ ഷൈൻ പറഞ്ഞു. റിനിയെ കൂടി സ്വാഗതം ചെയ്യാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ KJ ഷൈന്റെ രാഷ്ട്രീയ ക്ഷണത്തെ റിനി പരസ്യമായി പിന്തുണയ്ക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് റിനി പരിപാടിയിൽ സംസാരിച്ചത്. രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. പേര് പറയുകയോ പ്രസ്ഥാനത്തിൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റിനിക്കെതിരെയും KJ ഷൈനെതിരെയും കോൺഗ്രസ് അണികൾ നടത്തിയ സൈബർ അധിക്ഷേപം വലിയ രീതിയിൽ ചർച്ചയാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ തട്ടകമായ പറവൂരിൽ തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചറും പങ്കെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.